श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। എല്ലാവർക്കും നമസ്കാരം. സാകേതത്തിലേക്ക് ന്യൂസ് ഇൻഡിപെൻഡൻസ് നടത്തുന്ന രാമായണ പുണ്യം എന്ന ഈ മഹനീയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാമായണത്തിൻ്റെ സാഹിത്യ വിചാരങ്ങൾ ഒന്ന് നോക്കേണ്ടതുണ്ട്. ഒരു സാഹിത്യകൃതി എന്നുള്ള നിലയിൽ എന്തുകൊണ്ട് രാമായണം മികച്ചതാണ്? അനുഷ്ടുപ്പ് എന്ന വൃത്തത്തിലാണ് വാൽമീകി രാമായണം എഴുതിയത്. അനുഷ്ടുപ്പ്. പുഷ്പിതാഗ്രയും കുറച്ച് ശ്ലോകങ്ങളിലുണ്ട്. പുഷ്പിതാഗ്രയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് സംസ്കൃത ഭാഷ വളരെ നല്ല നിലയിൽ ഉപയോഗിച്ചൊരു കാലത്ത് സംസ്കൃതത്തിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകളെ കൊണ്ട് കടഞ്ഞെടുത്തൊരു കാവ്യമാണ് രാമായണം. പുരുഷാർത്ഥങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിൽ ധർമ്മ വഴിക്ക് പോകുന്നത് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, സുമിത്ര, ഇവരെല്ലാം നമ്മൾ ധർമ്മത്തിൻ്റെ വിഗ്രഹങ്ങളായി തന്നെ കാണാം. സീതാദേവി, ഹനുമാർ, ഈ പറഞ്ഞ ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ, സീത, ഹനുമാൻ 5 പേര് രാമായണത്തിലെ ധർമ്മവിഗ്രഹങ്ങൾ തന്നെയാണ്. അർത്ഥത്തിലേക്ക് നോക്കിയാലോ, പണം അല്ലെങ്കിൽ അതുപോലുള്ള കാമനകൾ, അർത്ഥമുണ്ടാക്കാൻ ഇപ്പോൾ ദശരഥനൊക്കെ ആ നിലയിൽ സമ്പാദ്യത്തിൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ച വിഭാഗത്തിൽപ്പെടുത്താം. കാമത്തിൽ നിരവധി പേരുണ്ട്. കാമം, രാവണൻ, ശൂർപ്പണഖ, താടക, ഇത്തരം അസുരന്മാരൊക്കെ കാമത്തിൻ്റെ പ്രതിനിധികളാണ്. മോക്ഷത്തിൽ ശരഭംഗനെയും ശബരിയെയും അങ്ങനെ അസംഖ്യം സദ്വൃത്തി ചെയ്യുന്ന സദ്ഗുണങ്ങളുള്ള ആളുകൾ മോക്ഷത്തിലും. അപ്പം നമുക്ക് ധർമ്മത്തെ, അർത്ഥത്തെ, കാമത്തെ, മോക്ഷത്തെ ഉദാഹരിക്കാനുള്ള കഥാതന്തുക്കളും കഥാവിഗ്രഹങ്ങളും കഥാപാത്രങ്ങളും രാമായണത്തിലുണ്ട്. രാമായണത്തിൻ്റെ അടിസ്ഥാന രസം കരുണയാണെന്ന് നമുക്കറിയാം. ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിലാപങ്ങൾ, അമ്മമാരുടെ, സഹോദരന്മാരുടെ, പത്നിമാരുടെ. ഇപ്പോൾ സീതയുടെ വിലാപം, താരയുടെ വിലാപം, അഹല്യയുടെ വിലാപം, മണ്ഡോദരിയുടെ വിലാപം, ദശരഥൻ്റെ വിലാപം, രാമൻ്റെ വിലാപം, ഊർമിളയുടെ വിലാപം. അങ്ങനെ ഈ വിലാപങ്ങളുടെ ഒരു കണ്ണീർ കടലായതുകൊണ്ട് കാരുണ്യമാകാം രസം. അല്ലെങ്കിൽ രാമായണത്തിൽ വീരരസമുണ്ടോ? വളരെ മനോഹരമായിട്ട് വീരരസത്തെ വാൽമീകി എഴുതിയിട്ടുണ്ട്. അതിനുദാഹരണം പറഞ്ഞാൽ താടകാവധം രാമൻ്റെ വീരത്വമാണ്. ഖരദൂഷണ തൃശ്ശരസാദികളെ വധിച്ചത് രാമൻ്റെ വീരദർശനത്തിന് നിദർശനമാണ്. രാമൻ സീതയെ വിവാഹം കഴിക്കാൻ മിഥിലയിൽ വെച്ച് ധനുസ് ഭഞ്ജിച്ചത് രാമൻ്റെ വീരതയാണ്. ബാലീവധത്തിന് ഒരാൾക്കും വധിക്കാൻ കഴിയാത്ത ബാലിയെ വധിച്ചത് വീരത്വമാണ്. പരശുരാമൻ്റെ ഗർവഭംഗം എന്നുള്ളത് വീരത്വമാണ്. ലങ്കാദഹനത്തിൽ ഹനുമാർ നടത്തിയത് വീരത്വമാണ്. അങ്ങനെ വീരതയുടെ ഒരു വലിയ ഒരു നിരവധി വേലിയേറ്റങ്ങൾ തന്നെ പറയാം രാമായണത്തിലുണ്ട്. ശൃംഗാരത്തിനും ഋഷി വേണ്ട പ്രാധാന്യം കൊടുത്ത കൃതി തന്നെയാണ്. ചില വിമർശകന്മാർ രാമായണത്തിൽ ശൃംഗാരരസത്തിന്, പക്ഷേ ശൃംഗാരം, വാൽമീകിയുടെ ശൃംഗാരം പരിധി വിടുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. ദ്വയാർത്ഥ പ്രയോഗങ്ങളായ ശൃംഗാരങ്ങളില്ല. രസരാജനായ ശൃംഗാരത്തെ, പ്രണയത്തെ, സീതമാർ ഒരുമിച്ച് കഴിയുമ്പോൾ കാട്ടിൽ വെച്ചും പൂക്കൾ വിരിയുന്നതും പക്ഷികളുടെ പാട്ടിലൊക്കെ ചേർത്ത് അതിമനോഹരമായിട്ട് ശൃംഗാരരസത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. രൗദ്രം, അത്ഭുതം, ബീഭത്സം, ഇതൊക്കെ രസങ്ങളാണല്ലോ. ഇതിനും രാമായണത്തിൽ പ്രാധാന്യമുണ്ട്. എന്താണ് രാമായണത്തിലെ രൗദ്രം? സേതു ബന്ധിക്കാൻ വേണ്ടി കടലിൽ തപസ്സിരുന്ന 3 ദിവസം തപസ്സിരുന്ന രാമൻ്റെ മുന്നിൽ വരുണൻ വരാതിരുന്നപ്പോൾ
അനിയ ലക്ഷ്മണ വില്ലെടുക്കുമെന്ന് പറഞ്ഞ് വില്ല് കുലച്ച് നിൽക്കുന്ന രാമൻ ലോകത്ത് കാലകാലാന്തകനായ പരമേശ്വരനെ പോലെ ഉണ്ടായിരുന്ന അത് രാമൻ്റെ വീരഭാവമാണ്, വീരത്വമാണ്. അതേപോലെ അത്ഭുതം, മരീചൻ രാമബാണമേറ്റ് 3 ലോകങ്ങളിലേക്കും പാറി പറന്നു പോയത്, നിരവധി അത്ഭുതമായ രംഗങ്ങൾ ഇതുപോലെ രാമായണത്തിലുണ്ട്. ബീഭത്സമുണ്ട്. രാക്ഷസന്മാരെയൊക്കെ വർണ്ണിക്കുമ്പോൾ ഇപ്പോൾ കബന്ധനെ, ബീഭത്സം എന്നത് നമ്മൾ അറപ്പ് കണ്ടാലൊക്കെ അത്രയും ഭയാനകത്തിൻ്റെയും ഭീകരത്വത്തിൻ്റെയും ഒക്കെ ഒരു മിശ്രിത രൂപമാണല്ലോ ബീഭത്സം. കബന്ധന് കൈയില്ല, കാലില്ല, ഉദരത്തിൽ വയറ്, നെഞ്ചിൽ 2 കണ്ണുകൾ, 2 കൈയുണ്ട്. പക്ഷെ ആ കൈകൾ അങ്ങനെ സാധാരണ മനുഷ്യൻ്റെ കൈ പോലെയല്ല, യോജന കണക്കിന് നീട്ടാൻ പറ്റിയ കൈകൾ, കാലില്ല, വയറ്റിൽ വായുള്ള ഒരു രൂപത്തെ കണ്ടാൽ അത് ബീഭത്സമല്ലാതെ ഇത്രയും ബീഭത്സം ലോകത്ത് മറ്റൊരു കാവ്യത്തിലും നമുക്ക് കാണാൻ കഴിയില്ല. ഹാസ്യം വാൽമീകി വളരെ മിതത്വമാണെങ്കിലും വർണ്ണനകൾക്കുള്ളിൽ പോയാൽ അതാണ് യഥാർത്ഥ ഹാസ്യം. ആഴത്തിൽ പോയി ഓർത്തു ചിരിക്കാൻ പറ്റിയ സൂക്ഷ്മതയിൽ ഹാസ്യം എന്ന് പറയാം. വാൽമീകിയുടെ രചന വൈശിഷ്ട്യമാണ്. യോദ്ധാക്കളുടെ വീരവാദമൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചില അതിശയോക്തികരമായ കാര്യങ്ങളൊക്കെ പറയുന്ന ഇടത്ത് ഒക്കെ ഹാസ്യത്തിൻ്റെ മേൻപൊടി മനോഹരമായി ചേർത്തിട്ടുണ്ട്. ഫലിതത്തിൽ ഇപ്പോൾ കുംഭകർണൻ ഉണർത്തുന്ന രംഗം ഇത്രയും മനോഹരമായിട്ട് ഫലിതത്തെ ആ വാദ്യഘോഷങ്ങൾ ഉണ്ടാക്കുന്നതും ആനയെ കൊണ്ട് ചിഹ്നം വിളിപ്പിക്കുന്നതും ശരീരത്തിലൂടെ നടത്തുന്നതും ഭോജ്യങ്ങൾ മുന്നേ കൊണ്ടുവെക്കുന്നതും ശ്വാസോച്ഛ്വാസ സമയത്ത് ഉണർത്താൻ പോയവർ കാറ്റിൽ പറന്നു പോകുന്നതും മനോഹരമായ ഫലിത രസപ്രയോഗമാണ്. ഭക്തിയാണെങ്കിലോ രാമായണത്തോളം ഭക്തി ചാലിച്ച ഗ്രന്ഥങ്ങൾ വളരെ അപൂർവമാണ്. അനേകം സന്ദർഭത്തിലുണ്ട്. ഇപ്പോൾ ആദിത്യ ഹൃദയ മന്ത്രം യുദ്ധക്കളത്തിൽ ഭക്തിയെ ഒരുപക്ഷെ കൊണ്ടുവന്നത് വാൽമീകിയായിരിക്കും. അഗസ്ത്യ ഋഷി രാവണനെ പരാജയപ്പെടുത്താൻ കഴിയാതെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ലങ്കയിലെ യുദ്ധക്കളത്തിൽ പോയിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ഭക്തിയോടെ ചൊല്ലാൻ പറയുന്നത് രാമായണത്തിലെ ഭക്തി പ്രഹർഷമാണ്. ഇപ്പോൾ സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് കൈകൂപ്പി അല്ലാതെ ഭക്തിയോടെ അല്ലാതെ ആ ഭാഗം നമുക്ക് വായിക്കാൻ കഴിയില്ല. ശബരി, ശരഭംഗൻ ഇവരൊക്കെ അഗ്നിപ്രവേശം ചെയ്യുമ്പോൾ രാമനിൽ ലയിച്ചു ചേരുമ്പോൾ രാമനോടുള്ള സ്തുതി, ശരഭംഗസ്തുതി, ശബരിസ്തുതി, അഹല്യാസ്തുതി, കൗസല്യാസ്തുതി, കബന്ധസ്തുതി, വിരാധസ്തുതി, ജടായുസ്തുതി, ഇത്രയും സ്തുതികളിൽ ഭക്തി ചാലിച്ച ഗ്രന്ഥമുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ ആ ഇനത്തിൽ ഭക്തിയും വേണ്ടുവോളം നമുക്ക് ആസ്വദിക്കാം, മുഴുകാം രാമായണത്തിലൂടെ. ശാന്തം, ആത്യന്തികമായിട്ട് രാമായണം ശാന്തരസം തന്നെയാണ്. നിർവികാര കൽപ്പബ്രഹ്മത്തിലേക്കുള്ള ഒടുവിലത്തെ യാത്ര. രാമൻ സീതയെ ഉപേക്ഷിച്ചതോടുകൂടി സർവകാമനും മുക്തനായിട്ട് മഹാപ്രസ്ഥാനത്തിന് പോകുന്നത്. പിന്നെ ശാന്തിഭാവങ്ങളിൽ വേണമെങ്കിൽ ഓരോ ആശ്രമത്തിൻ്റെയും വർണ്ണനകൾ നമ്മിൽ ശാന്തി ഉണ്ടാക്കുന്നു. സീതാ പരിത്യാഗം ശാന്തി ഉണ്ടാക്കുന്നു. സംസാരം ദുഃഖമയമാണ്, സംസാരം പ്രപഞ്ച ജീവിതം ദുഃഖകരമാണ്, അതിൽ എങ്ങനെ ശാന്തി നേടാം എന്ന് പറയുന്ന ഈ രാമായണം, അല്ലെങ്കിൽ ഈ സാഹിത്യപരമായിട്ട് ചിന്തിച്ചാൽ ഇത്രയും നവരസങ്ങൾ മനോഹരമായി ചാലിച്ചെഴുതിയ രാമായണം സാഹിത്യ ഗ്രന്ഥമെന്ന നിലയിലും പരമ ആഷ്ഠയിലെത്തുന്ന മഹനീയ ഗ്രന്ഥം തന്നെയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.